പാട്ടുകൾ വലിയ സ്ക്രീനിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഓഡിയൻസ് എന്ന ലെവലിൽ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്. വലിയ സ്പീക്കറിൽ കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? വീണ്ടും പ്രേക്ഷകരിലേക്ക് തന്നെ തങ്ങളുടെ പാട്ടുകൾ എത്തുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ആസ് എ മ്യൂസിഷ്യൻ എങ്ങനെ ഫീൽ ചെയ്തു? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആ തിയേറ്ററിൽ വെച്ച് ഈ പാട്ടുകളൊക്കെ അവർ ദേവദൂതൻ എന്ന ഗ്രൂപ്പ് അവർ ആ പാട്ടുകളൊക്കെ ഒരു മെഡ്ലി പോലെ പാടി. അത് പാടുമ്പോൾ എനിക്ക് ഈ പാട്ട് 27 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് അതാണ് ഓർമ്മകൾ. ഐ വാസ് ഫ്ലഡഡ് വിത്ത് മെമ്മറീസ്, സച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഗിരീഷോടൊപ്പം ഈ പാട്ടുകൾ ചെയ്തതും ലാസ്റ്റ് മിനിറ്റിൽ ഒരു നാൾ കൊണ്ട് ചെയ്തതാണ് കൺഫ്യൂഷൻ തീർക്കണമേ. സോ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. ഞാൻ നേരത്തെ ഒരു പാട്ട് ചെയ്ത് തന്നു, പിന്നെ അവർ ഷൂട്ടിങ് പോയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ച് പറഞ്ഞതാണ്, വിജയജി ഇത് ഈ പാട്ട് മുഴുവൻ പടവും വന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് വരുമ്പോൾ ഈ പാട്ടിന് നമുക്ക് ഇത്തിരി ഉസിരോട് നമുക്ക് ഇന്നും ബെറ്ററായിട്ട് ഇന്നൊരു പാട്ട് വേണം. എപ്പോൾ വേണം? നാളെ വേണം. അപ്പോൾ നാളെ പിന്നെ കിട്ടണേ. ഞാൻ വേറെ ഒരു തിരക്കിലുണ്ട്, വേറെ ഒരു പണിയിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഗിരീഷിനെ അയക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് വന്നു, എത്തി. അപ്പോൾ ഈ പാട്ടിന് വേണ്ടിയുള്ള എന്താണ് ഈ പാട്ടെന്ന് ഒന്നും മനസ്സിലില്ല. പക്ഷേ ഓർക്കസ്ട്ര ഒക്കെ പറഞ്ഞിട്ട് കാലയിൽ 7 മണി തൊട്ട് ഓർക്കസ്ട്ര അവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നും പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നത് ശംഭോ ശിവശംഭോ, അതാണ് വാക്ക്. അപ്പോൾ ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ചെയ്യാം. അങ്ങനെ വന്നത് ആ പാട്ട്. ഒരു ഈവനിങ് പോലെ കഴിഞ്ഞിട്ട് വോയിസ് മിക്സിങ് ഒക്കെ എല്ലാം തീർത്തിട്ട് we sent for shooting. Next day they shot the song. I mean, it was a wonderful experience. സാറിന് എല്ലാ പാട്ടുകളുടെ വരികൾ എടുത്താൽ ഇറ്റ്സ് മാജിക്.